നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ന് അഷ്ടമിരോഹിണി. റാന്നിയെ അമ്പാടിയാക്കി വിവിധ ബാലഗോകുലങ്ങളുടെ മഹാശോഭയാത്രകൾ. റാന്നി രാമപുരം മേജർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും. ഒരു മതവും തീവ്രവാദം ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന്റെ 100ാം വാർഷികമായി സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന വർഗീയതയ്ക്കെതിരെ മതേതര കൂട്ടായ്മ റാന്നി മോതിരവയലിൽ നടന്നു. കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭവനങ്ങളിൽ എത്തിയുള്ള വിതരണം. റാന്നി താലൂക്ക് തല വിതരണോദ്ഘാടനം MLA രാജു ഇബ്രാഹിം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഒരു മതവും തീവ്രവാദം ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അപക്വ മനസ്സുകളിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാകുന്നത്. അതിനു പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളും പ്രശ്നങ്ങളും ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ഉറച്ച സംഘടിത സംഘങ്ങളുമാണ്. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ്. BJPയും സംഘപരിവാർ സംഘടനകളും മതവികാരം ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകൂടം തന്നെ വർഗീയത വളർത്തുന്നത് തുടർന്നാൽ ആപത്കരമായ സ്ഥിതിയിലേക്ക് രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ മാറും. മുസ്ലിം സമുദായത്തിലെ ഏതാനും പേർ ISL ചേർന്നതിന്റെ പേരിൽ സമുദായത്തെ മൊത്തം തീവ്രവാദികളായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം ശരിയല്ല. കുറ്റം ആര് ചെയ്താലും കുറ്റമാണ്. അതിനെ മതത്തിന്റെ പേരിൽ ചിത്രീകരിക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു. ചെറുപ്പക്കാർക്ക് നല്ല വഴികൾ കാട്ടിക്കൊടുക്കണം. ശരിയായ മതപഠനം നൽകുകയാണ് വേണ്ടത്. ശരിയായ രീതിയിൽ മതത്തെ മനസ്സിലാക്കിയാൽ ആരും ആയുധമെടുക്കില്ല. ഒരു മതവും ആരെയും ഹിംസിക്കുവാൻ നിർദ്ദേശിക്കുന്നില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. CPM ശ്രീകൃഷ്ണ ജയന്തിയും രാമായണ മാസവും ആചരിക്കുന്നത് സ്വാഗതാർഹമെന്നും ഈ മാനസാന്തരം വാസ്തവത്തിൽ മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കുള്ള പരിവർത്തനമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പരിഹസിച്ചു. എന്നാൽ സംഘർഷ അന്തരീക്ഷം ആഘോഷത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കുമെന്നും കുമ്മനം ഡൽഹിയിൽ പറഞ്ഞു. ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയും CPMന്റെ നമ്മളൊന്ന് ഘോഷയാത്രയുമാണ് നടക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയെ മറ്റൊരു പേരിൽ CPM ആഘോഷിക്കുന്നു എന്നാണ് ആരോപണം. തെരുവു നായ്ക്കളെ കൊല്ലരുതെന്ന ദേശീയ മൃഗസംരക്ഷണ ബോർഡ് സർക്കാർ നടപടി നിയമവിരുദ്ധവും സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനവുമാണെന്നും ബോർഡിന്റെ വിശദീകരണം. ആക്രമണകാരികളായ തെരുവു നായ്ക്കളെ കൊല്ലുവാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നീക്കത്തിനെതിരെ ദേശീയ മൃഗസംരക്ഷണ ബോർഡ് നായ്ക്കളെ കൊല്ലരുതെന്ന് മൃഗസംരക്ഷണ ബോർഡ് നിർദ്ദേശിച്ചു. സർക്കാർ നടപടി നിയമവിരുദ്ധവും സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനവുമാണെന്ന് ബോർഡ് ചെയർമാൻ ഡോക്ടർ RM ഖർബ് പറഞ്ഞു. തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയക്കും. ജനജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന നായ്ക്കളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അനുവാദം നൽകിയിരുന്നു. നിയമം അനുശാസിക്കും വിധം ആക്രമണകാരികളായ നായ്ക്കളെ കൊല്ലണം എന്നായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി സർക്കാർ നൽകിയ നിർദ്ദേശം. വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് നായ്ക്കളെ കൊല്ലരുതെന്ന നിർദ്ദേശം മൃഗസംരക്ഷണ ബോർഡ് നൽകിയിട്ടുള്ളത്. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ വലിയ പാലത്തിന് സമീപം റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. രാമപുരം ശ്രീ മേജർ മഹാവിഷ്ണു ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. രാമപുരം മേജർ മഹാവിഷ്ണു ക്ഷേത്രോപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നിരുന്നു. പൂജകൾക്ക് പുറമെ ഉറിയടി മത്സരം ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ഭക്തജനങ്ങൾക്ക് അവിൽ പൊതി വിതരണം നടത്തി. മുണ്ടപ്പുഴ ക്ഷേത്രത്തിന്റെ വകയായി 500 ലിറ്റർ പാൽപായസം ഭക്തർക്ക് ഉണ്ണിക്കണ്ണന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തു. ഭജനമഠം ക്ഷേത്രം ശാന്തി നാരായണൻ നമ്പൂതിരി പായസ വിതരണം നിർവഹിച്ചു. വൈകിട്ട് പ്രത്യേക പൂജകൾ, ഭക്തിഗാനസുധ, ഘോഷയാത്രാ സ്വീകരണം എന്നിവയാണ് നടന്നുവരുന്നത്.
മയിൽപ്പീലി ചൂടി ഓടക്കുഴലും ഊതി എത്തിയ ഉണ്ണിക്കണ്ണന്മാർ റാന്നിയുടെ വീഥികളെ അമ്പാടിയാക്കി. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി റാന്നി താലൂക്കിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ റാന്നി ഭഗവതി കുന്നിൽ കേന്ദ്രീകരിച്ച് ഒന്നായി ആഘോഷപൂർവ്വം റാന്നി രാമപുരം ശ്രീ മേജർ മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്ര തിരിച്ചു. രാമപുരം ക്ഷേത്രത്തിലെത്തിയ ശോഭായാത്രയ്ക്ക് സ്വീകരണം നൽകിയതിനു ശേഷം വിവിധ പൂജകളും വഴിപാടുകളും നടന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തിഗാനസ്തുതിയും നടന്നു. ആയിരങ്ങളാണ് ശോഭയാത്രയെ അനുഗമിച്ചത്. അമ്പാടിക്കണ്ണ നിന്റെ വേണുഗാനം കേട്ടുണരും കാളിന്റെ പുളിനത്തിലൂടെ ആഗാനമേറ്റുവാങ്ങി പാടുന്ന കുയിലുകൾ തേടുന്ന വൃന്ദാവനത്തിലൂടെ ഞാനിന്നു മലയുന്നു കണ്ണാ നിന്നെ തേടി ഞാനിന്നു മലയുന്നു കണ്ണാ. അമ്പാടിക്കണ്ണ നിന്റെ വേണുഗാനം കേട്ടുണരും കാളിന്റെ പുളിനത്തിലൂടെ ആഗാനമേറ്റുവാങ്ങി പാടുന്ന കുയിലുകൾ തേടുന്ന വൃന്ദാവനത്തിലൂടെ ഞാനിന്നു മലയുന്നു കണ്ണാ നിന്നെ തേടി ഞാനിന്നു മലയുന്നു കണ്ണാ. കാണുന്ന പൂക്കളോടും ഓരോ മൺതരിയോടും നിന്നെ തിരക്കി ഞാൻ കണ്ണാ. മൂളും മുളക്കാടിനോടും ആടും മയിൽപേടയോടും നിന്നെ തിരക്കി തളർന്നു ഞാൻ. നിന്റെ വേണുഗാനലോലമായി സ്വപ്നത്തിൽ സർവം മറന്നു ഞാൻ കൃഷ്ണ. നിന്റെ വേണുഗാനലോലമായി സ്വപ്നത്തിൽ സർവം മറന്നു ഞാൻ കൃഷ്ണ. അമ്പാടിക്കണ്ണ നിന്റെ വേണുഗാനം കേട്ടുണരും കാളിന്റെ പുളിനത്തിലൂടെ ആഗാനമേറ്റുവാങ്ങി പാടുന്ന കുയിലുകൾ തേടുന്ന വൃന്ദാവനത്തിലൂടെ ഞാനിന്നു മലയുന്നു കണ്ണാ നിന്നെ തേടി ഞാനിന്നു മലയുന്നു കണ്ണാ. കാർമേഘബാലന്മാർ നക്ഷത്ര ഗോക്കളെ മേയ്ക്കുന്നൊരാകാശപൂവനത്തിൽ സന്ധ്യയ്ക്കു സഹസ്രനാമം ചൊല്ലുന്ന ചക്രവാള സന്യാസി ധ്യാനിക്കും മണ്ഡപത്തിൽ നിന്റെ കാൽച്ചിലമ്പ് തൂകുമാനന്ദ താളത്തിൽ ലോകം തുടിക്കുന്നു കണ്ണാ. നിന്റെ കാൽച്ചിലമ്പ് തൂകുമാനന്ദ താളത്തിൽ ലോകം തുടിക്കുന്നു കണ്ണാ. അമ്പാടിക്കണ്ണ നിന്റെ വേണുഗാനം കേട്ടുണരും കാളിന്റെ പുളിനത്തിലൂടെ ആഗാനമേറ്റുവാങ്ങി പാടുന്ന കുയിലുകൾ തേടുന്ന വൃന്ദാവനത്തിലൂടെ ഞാനിന്നു മലയുന്നു കണ്ണാ നിന്നെ തേടി ഞാനിന്നു മലയുന്നു കണ്ണാ. അമ്പാടിക്കണ്ണ നിന്റെ വേണുഗാനം കേട്ടുണരും കാളിന്റെ പുളിനത്തിലൂടെ
ഓർമ്മയിലെന്നും ഓമനമുഖമായി ഓടി നടക്കും കണ്ണൻ. ഗോപികമാരുടെ ഗോലോകനാഥനം ഗോവിന്ദനാണീ കണ്ണൻ. ഗോമേയ ശുദ്ധി വരുത്തി വസിക്കുമി കായാമ്പുവർണ്ണൻ കണ്ണൻ. ഗോപാലനാഥൻ ഗോവിന്ദദേവൻ രോഹിണി നക്ഷത്രജാതൻ കണ്ണൻ. ഒന്നാം നാളിൽ ഓമനമുഖമായി ഓർമ്മയിലെത്തും കണ്ണൻ. ഓർമ്മയിലെന്നും ഓമനമുഖമായി ഓടി നടക്കും കണ്ണൻ. കാൽത്തള ചാർത്തി കണ്ണിൽ കരിമഷി എഴുതി. കാലിൽ കാൽത്തള ചാർത്തി കണ്ണിൽ കരിമഷി എഴുതി. ചന്ദന ചാർത്തിൽ നിന്നു കണ്ണൻ പീലിത്തിരുമുടി ചൂടി. സുന്ദര രാജകുമാരൻ അവനൻ ഭക്തജനപ്രിയനാഥൻ. ഗോവർദ്ധനഗിരിധാരി അവൻ യശോദ വളർത്തിയ പുത്രൻ കണ്ണൻ. ഒന്നാം നാളിൽ ഓമനമുഖമായി ഓർമ്മയിലെത്തും കണ്ണൻ. ഓർമ്മയിലെന്നും ഓമനമുഖമായി ഓടി നടക്കും കണ്ണൻ. ചകമാലയണിഞ്ഞ് കയ്യിൽ പുലിനഖമോതിരമോടെ മഞ്ഞപ്പട്ടുമുടുത്ത് കണ്ണനോട് കുഴലൊന്നൂതി. ഗോക്കളെ തേച്ചു നടന്നു കണ്ണൻ വൃന്ദാവനിലെ തോഴൻ. ഇഷ്ടകുമാരകനാകും കണ്ണൻ വിഷ്ണു മഹേശ്വരനല്ലോ. ലോകൈകനാഥനം കണ്ണൻ അവനീ ലോകത്തിൻ ഐശ്വര്യദേവൻ കണ്ണൻ. ഒന്നാം നാളിൽ ഓമനമുഖമായി ഓർമ്മയിലെത്തും കണ്ണൻ. ഓർമ്മയിലെന്നും ഓമനമുഖമായി ഓടി നടക്കും കണ്ണൻ. ഗോപികമാരുടെ ഗോലോകനാഥനം ഗോവിന്ദനാണീ കണ്ണൻ. ഗോമേയ ശുദ്ധി വരുത്തി വസിക്കുമി കായാമ്പുവർണ്ണൻ കണ്ണൻ. ഗോപാലനാഥൻ ഗോവിന്ദദേവൻ രോഹിണി നക്ഷത്രജാതൻ കണ്ണൻ. ഒന്നാം നാളിൽ ഓമനമുഖമായി ഓർമ്മയിലെത്തും കണ്ണൻ. ഓർമ്മയിലെന്നും ഓമനമുഖമായി ഓടി നടക്കും കണ്ണൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ.
നന്ദനന്ദന ഗോപബാല നമസ്തേ ജനാർദ്ദന ദീനബന്ധോ നമിപ്പൂത്രിലോകവും കൃഷ്ണദേവ ഗുരുവായൂരീശ്വര കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നാവിൽ നിത്യം വിളങ്ങേണം നിന്നുടെ തിരുനാമങ്ങൾ നാരായണ ഹരേ മധ്യനന്മയ്ക്കുതകുമാറാകണം മണിവർണ്ണ ലീലാവിലാസങ്ങൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. വർഗീയതയ്ക്കെതിരെ മതേതര കൂട്ടായ്മ റാന്നി മോതിരവേലിൽ നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സ്റ്റാലിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നവോത്ഥാന നായകന്മാരായ ചട്ടമ്പിസ്വാമികളുടെയും അയ്യൻകാളിയുടെയും ജന്മദിന ആഘോഷങ്ങളുടെയും ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന്റെ 100ാമത് വാർഷികാഘോഷത്തിന്റെയും ഭാഗമായി വർഗീയതയ്ക്കെതിരെ മതേതര കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ റാന്നി മോതിരവേലിൽ നടന്ന പരിപാടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലിപ്പോ ജനിച്ചു വീഴുന്ന സാഹചര്യത്തില് പള്ളിക്കുടത്തിൽ പോകും. അങ്ങനെ പള്ളിക്കുടത്തിൽ പോകുന്നത് കൊണ്ട് നമുക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയെ സംബന്ധിച്ച് വലിയ വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രായമുള്ള ആളുകൾക്ക് പോലും ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ എല്ലാവർക്കും സ്കൂളിൽ പോകാനെന്നുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ജില്ലയിൽ തന്നെയുണ്ട് തീ വെച്ച പള്ളിക്കുടം എന്നറിയപ്പെടുന്ന ഒരു പള്ളിക്കുടം. എവിടെയാണ്? പുല്ലാട്. പുല്ലാട് തീ വെച്ച പള്ളിക്കുടം. എന്തിനാ തീ വെച്ചത്? ആളുകൾ എന്തിനാ തീ വെച്ചത്? കറുത്ത കുട്ടികളെ, ഞാൻ കറുത്ത കുട്ടികൾ എന്ന് പറയുന്നത് അന്നത്തെ നില വെച്ച് നോക്കുകയാണെങ്കിൽ അധസ്ഥിത സമുദായങ്ങളിൽപ്പെട്ട ആളുകളെ, കുട്ടികളെ സ്കൂളിൽ ചേർത്തു എന്നുള്ളത് കൊണ്ട് അവരുടെ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. വി ആർ സദാശിവൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. റവറന്റ് ഫാദർ ബിജു കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി. കെ കെ സുരേന്ദ്രൻ, ഷിനു സി എസ്, പഞ്ചായത്ത് പ്രതിനിധികളായ ഷൈനി രാജീവ്, ബെറ്റ്സി കെ ഉമ്മൻ എന്നിവർ ആശംസ അറിയിച്ചു. ജയൻ കെ എസ് നന്ദി അറിയിച്ചു. കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭവനങ്ങളിൽ എത്തിയുള്ള വിതരണ പരിപാടിയുടെ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. രാജു ഇബ്രഹാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭവനങ്ങളിൽ എത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന പരിപാടിയുടെ താലൂക്ക് തല ഉദ്ഘാടനം MLA രാജു ഇബ്രഹാം നിർവഹിച്ചു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു പെൻഷനുകൾ വീടുകളിൽ എത്തിക്കും എന്നുള്ളത്. ഇന്നത് യാഥാർത്ഥ്യമാവുകയാണ്. റാന്നിയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സർവീസ് സഹകരണ ബാങ്കുകൾ വഴി ഈ പെൻഷനുകൾ എല്ലാവരുടെയും ഭവനങ്ങളിൽ എത്തിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും ആധുനികമായ ഒരു സംവിധാനം. ആ സംവിധാനത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ബാങ്കുകളിൽ പോയി പെൻഷൻ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഏറ്റവും ഒരു ആശ്വാസം പകരുന്ന ഈ കർമ്മ പദ്ധതി, ഇത്തരം കർമ്മ പദ്ധതികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. റാന്നി സർവീസ് സഹകരണ ബാങ്ക് അതിർത്തിയിലുള്ള തോട്ടമൺ വെട്ടിമേപ്പുറത്ത് രവീന്ദ്രൻ നായരുടെ വീട്ടിലെത്തിയാണ് MLA രാജു ഇബ്രഹാം പെൻഷൻ വിതരണം നടത്തിയത്. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് TN ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി ഈ തുക നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന്റെ താലൂക്ക് തല ഉദ്ഘാടനമാണ്. ഇതിന്റെ ആദ്യ ഗഡു നൽകുന്നതിന് വേണ്ടി റാന്നിയുടെ ബഹുമാനപ്പെട്ട MLA രാജു എബ്രഹാം ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഏറ്റുവാങ്ങുന്നത് വെട്ടിമേപ്പുറത്ത് രവീന്ദ്രൻ നായർ എന്ന ആളിനാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ, PR പ്രസാദ്, സാബു ജെയിംസ്, KV കൃഷ്ണൻകുട്ടി, തെക്കേപ്പുറം വാസുദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AN സോമൻ, CG വേണുഗോപാൽ, ആൻസി ജോൺ, ബാങ്ക് സെക്രട്ടറി സൂസൻ K തോമസ്, നോഡൽ ഓഫീസർ D അനിമോൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നിയോജക താലൂക്കിലെ തന്നെ എല്ലാ പെൻഷനുകളും സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നതിന് ഇന്ന് നമ്മളിവിടെ അതിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുകയാണ്. അത് ആദ്യത്തെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ വെട്ടിമേപ്പുറത്ത് രവീന്ദ്രൻ നായർക്കാണ് ഇന്ന് നമ്മൾ ആദ്യമായി പെൻഷൻ കൊടുക്കുന്നത്. നേത്രദാന പക്ഷാചരണം നാളെ ആരംഭിക്കും. ജില്ലാ അന്ധതാ നിവാരണ സമിതി, റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത്, കാഴ്ച നേത്രദാന സേന എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. ഉദ്ഘാടനം നാളെ രാവിലെ 10-ന് ഇട്ടിപ്പാറ ബ്രദറൻ ഹാളിൽ ചലച്ചിത്ര സംവിധായകനും കാഴ്ച നേത്രദാന സേന ചെയർമാനുമായ ബ്ലസ്സി നിർവഹിക്കും. MLA രാജു ഇബ്രഹാം അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ R ഗിരിജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണ ദേവി, DMO ഡോക്ടർ ഗ്രേസി ഈത്താക്ക എന്നിവർ പങ്കെടുക്കും. ഏഴോലി ശാലു മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ 2016 മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇടവകാംഗം ആൻ മേരി ജേക്കബിനെ അനുമോദിക്കുന്നു. അനുമോദന സമ്മേളനം ആഗസ്റ്റ് 28-ന് രാവിലെ 11-ന് പള്ളിയിൽ നടക്കും. ജലവിഭവ മന്ത്രി മാത്യു ടി തോമസ്, രാജു ഇബ്രഹാം MLA, ബാബു പുല്ലാട്ട്, മേഴ്സി പാണ്ഡ്യത്ത്, കൊച്ചുമോൾ പൂവത്തൂർ തുടങ്ങിയവർ പങ്കെടുക്കും. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237, 9447000237, 9477765036. വാർത്തകൾ തുടരുന്നു. കുമ്പളന്താനം സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെ 76ാമത് ഇടവക ദിനാചരണം ഇന്ന് നടന്നു. കുമ്പളന്താനം സെന്റ് ജോൺസ് മാർത്തോമ ഇടവകയുടെ 76ാമത് ഇടവക ദിനാചരണം റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അത്തനാസ്യോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തയുടെ നേതൃത്വത്തിൽ നടന്നു. രാവിലെ 8-ന് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാനയർപ്പിച്ചു. തുടർന്ന് നടന്ന ഇടവക ദിന സമ്മേളനം ഇടവക വികാരി റവറൻ ജോസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ അഭിവന്ദ്യ ഗീവർഗീസ് മാർ അത്തനാസ്യോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തെ തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് അറിവുണ്ട്. നമുക്കുള്ള എവിടെയും പരതിയാൽ എല്ലാം നമുക്ക് അറിവ് കിട്ടും. പക്ഷേ നമ്മൾ വളർന്നു വരേണ്ടത് ഈ നോളജ് ഓഫ് ഗോഡിലാണ്. ദൈവീയ പരിജ്ഞാനത്തിൽ, വിവേകത്തിൽ വേണം, വകതിരിവ് വേണം. ഈ വകതിരിവില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിരിക്കും. നമ്മുടെ തലമുറ പോകുന്ന അറിയുന്നില്ല. ഏതെങ്കിലും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലമുറകളിലേക്ക് നോക്കുക. ആ തലമുറകളൊന്നും പ്രയാസം അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനുസരിച്ച് പോവുകയാണ്.
AIYF പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 27, 28, 29 തീയതികളിൽ കോഴഞ്ചേരിയിൽ നടക്കും. 27-ന് യുവജന റാലി, പൊതുസമ്മേളനം എന്നിവയും 28, 29 തീയതികളിൽ പ്രതിനിധി സമ്മേളനം, പൂർവ്വകാല നേതൃസംഗമം എന്നിവയും നടക്കും. പന്നിൻ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് K. രാജൻ MLA, P. പ്രസാദ്, G. കൃഷ്ണപ്രസാദ് എന്നിവർ പങ്കെടുക്കും. നവോത്ഥാന നായകരായിരുന്ന പരമപട്ടാരക ചട്ടമ്പി സ്വാമികളുടെ 163ാമത് ജയന്തി ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് 24, 25 തീയതികളിൽ നടക്കുന്നു. 25-ന് ജീവകാരുണ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ മന്ദിരത്തിൽ ആയുർവേദ ക്യാമ്പ് നടക്കും. ക്യാമ്പ് രാവിലെ 9:30-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TN ഉപേന്ദ്രനാഥക്കുറുപ്പ് അധ്യക്ഷത വഹിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി 20-നും 50-നും ഇടയിൽ പ്രായമുള്ളവരുടെ രക്തദാന സന്നദ്ധ സേന രൂപീകരണം നടത്തുമെന്ന് വിദ്യാധിരാജ സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ VK രാജഗോപാൽ അറിയിച്ചു. റാന്നി പെരുന്നാട് ഇലക്ട്രിക്കൽ സെക്ഷൻ 27-ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. റാന്നി പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജു ഇബ്രഹാം MLA അധ്യക്ഷത വഹിക്കും. ആന്റണി MP മുഖ്യ പ്രഭാഷണം നടത്തും. വയലത്തിലെ ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോം ആൻഡ് സ്പെഷ്യൽ ചിൽഡ്രൻസ് ഹോമിലേക്ക് B.Ed പാസ്സായവരും 3 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവരും പ്രതിമാസം 10,000 രൂപ വേതനത്തിൽ എഡ്യൂക്കേറ്ററായി നിയമിക്കുന്നു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ആഗസ്റ്റ് 31. വിലാസം സൂപ്രണ്ട്, ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോം ആൻഡ് സ്പെഷ്യൽ ചിൽഡ്രൻസ് ഹോം, വയലത്തില, പത്തനംതിട്ട. നിര്യാതനായി കുമ്പളന്താനം തടിയിൽ പാസ്റ്റർ TV വർഗീസ് ബാബു 68 വയസ്സ് നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 2:30-ന് ഉന്നക്കാവ് IPC സഭാ സെമിത്തേരിയിൽ നടക്കും. ഭാര്യ ഗ്രേസി വർഗീസ്, മക്കൾ ഫെയ്ത്സൺ T വർഗീസ്, ജിബിമോൾ വർഗീസ്, മരുമക്കൾ റിജോയ്സ് ഫെയ്ത്സൺ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അഷ്ടമിരോഹിണി. റാന്നിയെ അമ്പാടിയാക്കി വിവിധ ബാലഗോകുലങ്ങളുടെ മഹാശോഭയാത്രകൾ. റാന്നി രാമപുരം മേജർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും. ഒരു മതവും തീവ്രവാദം ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന്റെ 100ാം വാർഷികമായി സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന വർഗീയതയ്ക്കെതിരെ മതേതര കൂട്ടായ്മ റാന്നി മോതിരവയലിൽ നടന്നു. കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭവനങ്ങളിൽ എത്തിയുള്ള വിതരണം. റാന്നി താലൂക്ക് തല വിതരണോദ്ഘാടനം MLA രാജു ഇബ്രഹാം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.